എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കൃഷ്ണാനുഭവം തന്നെ പറയുകയാണ് നിങ്ങളുമായിട്ട്. അപ്പം ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പം നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് പറയണേ. ഒരുപാട് കൃഷ്ണാനുഭവങ്ങൾ കഴിഞ്ഞൊരു വർഷമായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് ഫോളോവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നൊന്നുമില്ല. അത് ഒരു പരിഭവമുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്ത് തന്നെയായാലും പിന്നെ കുറേ ആൾ കാണുന്നുണ്ട്. കുറച്ച് ആളുകൾ സ്ഥിരമായിട്ട് കണ്ടിട്ട് ഇതിൽ കമൻറ്റ് ചെയ്യുകയും അവർ ഒരു സ്ഥിരം പ്രേക്ഷകരാണ്. അവർക്കൊക്കെ കൃത്യമായിട്ട് ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ തന്നെയാണെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ തന്നെ. അപ്പോൾ ഇപ്പോൾ അയച്ചു തന്ന കൃഷ്ണാനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മയാണ്, ശൈലജ കൃഷ്ണൻ അയച്ചു തന്നാണ്. എഴുതിയൊക്കെയാണ് അയച്ചു തന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബഹുമാനത്തോടു കൂടെ, ആ ഒരു പ്രാർത്ഥനയോടുകൂടെ വായിക്കുകയാണേ. എന്താണ് ഗുരുവായൂരപ്പനോടുള്ള എൻ്റെ കടപ്പാടും സ്നേഹവും പറഞ്ഞാൽ കണ്ണു നിറയും. അവിടെ നിന്നുണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ച് ദിവസം മുൻപ് ഭർത്താവിൻ്റെ പിറന്നാൾ പ്രമാണിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഗുരുവായൂർ വന്നിരുന്നു. പ്രായാധിക്യം കൊണ്ടും ചില വയ്യായ്മ കൊണ്ടും കുറച്ചു കാലമായിട്ട് ഗുരുവായൂരപ്പനെ കാണണമെന്ന് തോന്നുമ്പോൾ തലേ ദിവസം അവിടെ എത്തും, മുറിയെടുക്കും, വൈകുന്നേരം പിറ്റേന്ന് രാവിലെയും കണ്ണനെ തൊഴുതു മടങ്ങും. പക്ഷെ ഇതുവരെ ഇല്ലാത്ത അനുഭവം ഇക്കഴിഞ്ഞ തവണ എനിക്കുണ്ടായി. ഞാനിങ്ങനെ പ്രദക്ഷിണം വെച്ച് നിൽക്കുമ്പോൾ, നമുക്കറിയാലോ മഞ്ചാടിക്കുരുള്ള സ്ഥലം കണ്ടല്ലോ, പലരും അതിൽ ചെന്ന് വാരുന്നുണ്ടായിരുന്നു. ഞാൻ ചെന്ന് വാരി. അപ്പം എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിൽ തോന്നി, ഒരു 2 മഞ്ചാടിക്കുരു എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനൊരു 2 എടുക്കാൻ പോവുകയാണ് കണ്ണാ. കണ്ണനോട് അങ്ങനെ മനസ്സിൽ പറഞ്ഞു. കണ്ണൻ എനിക്ക് സ്നേഹിതനാണ്, അതുകൊണ്ടൊക്കെ ഞാനിങ്ങനെ പറയും. അല്ലെങ്കിലും ഗുരുവായൂരപ്പനോട് അങ്ങനെ സംസാരിക്കുക ഒരു സുഖമുള്ള കാര്യം തന്നെയാണല്ലേ. അപ്പോൾ തന്നെ പറഞ്ഞു മനസ്സിൽ, അയ്യോ ഇത് പാടില്ലാത്തതല്ലേ, ഞാനിങ്ങനെ വിചാരിക്കാനേ പാടില്ലാലോ, ഇത് കണ്ണനുള്ളതല്ലേ, ഇത് മുഴുവൻ കണ്ണൻ്റേതാണ്, ഞാൻ എടുക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ചു. ശേഷം നടക്കിലെത്തി. എന്നാലും എൻ്റെ കുഞ്ഞു മനസ്സിൽ കൗതുകം കണ്ണനോട് ചോദിച്ചു, എന്നാലും എനിക്ക് ഒരു മഞ്ചാടിക്കൊരു ഒരൊറ്റയൊന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നല്ലേ ഞാൻ പ്രാർത്ഥിച്ചുള്ളത്, ഞാൻ പാവമല്ലേ എന്നൊക്കെ പറഞ്ഞു മനസ്സിൽ. ഒന്നും പറയാതെ വയ്യ. ഞാനങ്ങനെ നിൽക്കുകയാണ്. അങ്ങ് എവിടുന്നാണെന്ന് അറിയില്ല, മുകളിൽ നിന്ന് ഒരു മഞ്ചാടിക്കൊരു എൻ്റെ കയ്യിൽ വീണ് തെറിച്ചുപോയി. ഞാൻ എൻ്റെ കാഴ്ചയിൽ തന്നെ, എൻ്റെ മുന്നിൽ തന്നെ. സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്താണ് അനുഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതെടുത്തു, എൻ്റെ കയ്യിലെടുത്തു. അത് എവിടുന്നാണ് വന്നത്, ആരെങ്കിലും കുട്ടികളെങ്ങാനും എറിഞ്ഞതാണോ, എൻ്റെ മേലെങ്ങനെയാണ് കൊണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാനതെടുത്തു. ഈ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. പങ്കുവയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മനസ്സിൻ്റെ ആകുലതകളൊക്കെ നമ്മൾ ഭഗവാനോട് പറയുമ്പോൾ നമുക്ക് ചില അത്ഭുതങ്ങളൊക്കെ ഭഗവാൻ കാണിച്ചു തരൂല്ലേ. അങ്ങനെ മഞ്ചാടിക്കൊരു എന്തിനേലും ഭഗവാൻ ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. മഞ്ചാടിക്കൊരും ഭക്തരും ഭഗവാനും തമ്മിൽ ഒരു ഒളിച്ചുകളി പലപ്പോഴായിട്ട് നടക്കുന്നുണ്ടല്ലേ. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കൃത്യമായിട്ട് ദിവസവും മഞ്ചാടി കാണുന്നിടത്തു നിന്ന് പെറുക്കി കൊണ്ടുവന്ന് ഫോട്ടോ എടുത്തിടുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, മഞ്ചാടിക്കൊരുമായിട്ട് ഒളിച്ചുകളിയാണ് ഭഗവാനുള്ളത് എന്ന്. എനിക്ക് വീട്ടിൽ മഞ്ചാടി വരവുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് പെറുക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. അതൊരു സുഖമുള്ള കാര്യമാണ്. അതിൻ്റെ ആ നിറവും ഭഗവാനെ നമ്മൾ അടുത്ത് കാണുന്നത് മാതിരിയാണല്ലോ അല്ലേ. മഞ്ചാടിക്കുരുവും മയിൽപ്പീലിയും ഒക്കെ ഓടക്കുഴലും ഒക്കെ, അതൊക്കെ നിങ്ങളുടെ അനുഭവങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ പറയുക. നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ നിങ്ങളെ അനുഭവങ്ങൾ അയക്കുക, എഴുതി അയക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയക്കുക. എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയക്കുക കേട്ടോ. വോയിസ് എനിക്ക് ചിലപ്പോൾ കേൾക്കാൻ സമയം കിട്ടിയില്ല എന്ന് വരും, അപ്പോൾ എനിക്കിതിൽ പറയാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ അയക്കുക. പിന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായമായ അമ്മയും അച്ഛനും കൂടെ ഗുരുവായൂരെത്തിയിട്ട് താമസിച്ചിട്ട് വീട്ടിൽ റൂം എടുത്ത് താമസിച്ച് പിറ്റേന്ന് രാവിലെയും തലേന്നും ഒക്കെ ആയിട്ട് തൊഴുന്ന അത് സ്ഥിരമായിട്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്ന കാര്യമാണല്ലേ, ദൂരെ നിന്ന് വരുന്ന ആളുകളൊക്കെ. അപ്പം പ്രായമായവർക്ക് നമ്മൾ സ്പേസ് കൊടുക്കുക, നമ്മൾ അവരെ ബഹുമാനിക്കുക, ഏതർത്ഥത്തിലും ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഒരുപാട് കാലം ജീവിച്ച ആളുകളാണ്, ഒരുപാട് അറിവുകളുണ്ടാവും. ജീവിച്ചത് കൊണ്ട് അറിവുണ്ടാവുക എന്നല്ല കേട്ടോ, എങ്കിലും ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവും. അനുഭവങ്ങൾ കൂടുതലുള്ള ആളുകൾ തന്നെയായിരിക്കും. അപ്പം നമ്മൾ ഭഗവാനെ കാണുന്നത് മാതിരി അവരെയും നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് ചിരിക്കുക എല്ലാവരുമായിട്ടും. ഞാൻ കണ്ടു കഴിഞ്ഞാൽ നേരിട്ട് എന്നെ കാണുന്ന പരിചയമില്ലാത്തവരായാലും ഒന്ന് ചിരിക്കും. അപ്പോൾ അവർ ചിന്തിക്കുക, ഇവൻ എന്തിനാണ് ചിരിക്കുന്നത്. പക്ഷെ ചിരിക്കാൻ ഒരു സുഖമാണ്. ചിരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമാണ്. അപ്പോൾ അവർക്കും മനസ്സിലവരും ചിരിക്കും. എന്താണ് ചിരിക്കുന്നത്, പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കാം, എന്തായാലും ഒരു ചിരിയല്ലേ. അപ്പോൾ നിങ്ങളും ചിരിക്കാൻ ശ്രമിക്കട്ടെ. എല്ലാവരോടും കാണുന്നവരോടൊക്കെ സന്തോഷത്തിൻ്റെ ഭാഷയിൽ ചിരിക്കാൻ ശ്രമിക്കുക. ആ ചിരിയുടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, അത് നമ്മളെ അനുഭവം പറഞ്ഞ് ഇവിടെ എത്തിയതാണെങ്കിലും ചിരിയുടെ ഒരു പോസിറ്റിവിറ്റി അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് വാങ്ങാം. വേറെ വിശേഷങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹരേ കൃഷ്ണ.